ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സീനിയർ ക്യാമ്പസ് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2026 ആദ്യത്തെ ക്വാർട്ടറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസക്കാലം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും കൊലോസ്യർക്ക് എഴുതിയ ലേഖനവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ അവസാനത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 3 മാസക്കാലം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്നു എന്ന വിഷയമാണ് പഠിച്ചത്. 4 അധ്യായങ്ങളുള്ള ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും ആത്മീയമായ വലിയ വലിയ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം അതിൻ്റെ 13ാമത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാഠത്തിന്റെ ഹെഡിങ് ദൈവഹിതത്തില് മുഴുവനായി നിലകൊള്ളുക. ദൈവഹിതത്തില് മുഴുവനായി നിലകൊള്ളുക. സ്റ്റാൻഡിങ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്. സ്റ്റാൻഡിങ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിൽ മുഴുവനായി നിലകൊള്ളുക. മനപ്പാഠവാക്യം 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 18ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 1 തെസ്സലോനിക്കർ 5:18 പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 18ാം വാക്യം പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. കൊലോസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ പഠിക്കേണ്ടായ കൊലോസ്യ സഭ പൗലോസ് സ്ഥാപിച്ചതല്ല, പൗലോസിന്റെ ശിഷ്യനായ എപ്പഫ്രോസ് സ്ഥാപിച്ചതാണ് കൊലോസ്യ സഭ. കൊലോസിയ സഭയിലെ ജനങ്ങളെ പൗലോസ് കണ്ടിട്ടില്ല. എങ്കിൽ പോലും തന്റെ ശിഷ്യനായ എപ്പഫ്രോസ് സ്ഥാപിച്ചതായ കൊലോസിയ സഭയെക്കുറിച്ച് ആത്മീയ എരിവ് പൗലോസിനുണ്ടായിരുന്നു. ആയതിനാൽ പൗലോസ് അവര് പൂർണ്ണ നിശ്ചയമുള്ളവരായി ദൈവഹിതത്തിൽ നിൽക്കുവാനും ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ജീവിക്കുവാനും പൗലോസ് കൊലോസിയ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ അതിന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുന്നു. 4-ാം അധ്യായമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഇന്ന് നാം പഠിക്കുന്നത് എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ സുവിശേഷ വേലയെ ഏകീകരിച്ചത് എന്ന് നാം ഇന്ന് പഠിക്കുകയാണ്. തന്റെ സുവിശേഷ വേലയിൽ സഹപ്രവർത്തകരുമായി പൗലോസ് എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പഠിക്കുന്നു. ഇന്നത്തെ പാഠത്തിൽ നിന്ന് പൗലോസിൻ്റെതായ സുവിശേഷ വേലയുടെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ വിജയത്തെക്കുറിച്ച് വലിയ വലിയ പാഠങ്ങൾ ഇന്നത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷ വേല ഒരിക്കലും ഒരു ഏകാഗ വേലയല്ല, ഒറ്റയ്ക്ക് ചെയ്യേണ്ട വേലയല്ല. ഇതൊരു ടീം വർക്കാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സുവിശേഷ വേല വിജയിക്കൂ എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുവിശേഷ വേല ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രവർത്തനമല്ല, മറിച്ച് ഒരു ടീം വർക്കാണ്. അതിൽ നമുക്ക് നിശ്ചയമായും ഒരു ലക്ഷ്യമുണ്ടാകണം. എങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ വിത്തുകള്, സുവിശേഷ വേലയിലെ വിത്തുകള് നമുക്ക് വിതയ്ക്കുവാൻ ധൈര്യത്തോടെ കഴിയും. ഇന്നത്തെ ഈ പാഠത്തില് പൗലോസ് നടത്തിയതായ 3 മിഷണറി യാത്രകളെ കുറിച്ച് അവിടെ പറയുന്നു. തന്റെ സഹപ്രവർത്തകരുമായി ടീമായി ചേർന്നുകൊണ്ട് പൗലോസ് ആ ദേശങ്ങളില്, യൂറോപ്പില്, റോമ അതിർത്തികളില്, ആസിയയില് ഒക്കെ നടത്തിയതായ 3 മിഷണറി യാത്രകളെ കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. തന്റെ 1-ാം മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. 1-ാമത്തെ മിഷണറി യാത്ര. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 46 മുതൽ 48 വരെയാണ് ആ കാലഘട്ടം. അന്ത്യോക്യയിൽ നിന്ന് ആണ് പൗലോസ് ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് അനുസരിച്ച് അന്ത്യോക്യ സഭയിൽ കൂടി വന്ന ജനത്തിന്റെ ഇടയിൽ പൗലോസ് ആദ്യമായിട്ട് ബർന്നബാസുമായി ചേർന്ന് തന്റെ സുവിശേഷ പ്രവൃത്തി ആരംഭിക്കുന്നു. അതിന്റെ കൂടെ മർക്കോസ് എന്ന യോഹന്നാനും കുറെ ആൾക്കാര് പൗലോസിനോടൊപ്പം ആ സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു. അനേക യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയി യേശുവാണ് കർത്താവ് എന്ന് ധൈര്യത്തോടെ പ്രസ്താവിക്കുകയും കൂടാതെ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പൗലോസ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. തന്റെ 2-ാമത്തെ മിഷണറി യാത്ര
അപ്പോസ്തല പ്രവൃത്തി 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നു. 15 മുതൽ 18 വരെ. കാലഘട്ടം AD 49 മുതൽ 51 വരെ. ആ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ബർണബാസുമായിട്ട് ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഒരു ഉഗ്രവാദം ഉണ്ടാകുകയും തമ്മിൽ തെറ്റിപ്പിരിയുകയും രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് സീലാസുമായിട്ട് യൂറോപ്പിന്റെ പ്രദേശങ്ങളിൽ കൊരിന്ത്, എഫെസോസ്, ഏതൻസ്, തെസലോനിക്ക എന്നീ സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കുകയും വചനത്തെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും മൂന്നാമത്തെ മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം മുതൽ 21 അധ്യായം വരെ അവിടെ വിവരിക്കുന്നുണ്ട്. കാലഘട്ടം എന്ന് പറയുന്നത് AD 53 മുതൽ 58 വരെ. അവിടെയും ആസിയയിലും ഗ്രീസിലും എഫെസോസിലും ഒക്കെ സുവിശേഷ പ്രവർത്തനം നടത്തി സഭകളെ ശക്തിപ്പെടുത്തി. ഈ മൂന്ന് മിഷണറി യാത്രയുടെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മിഷൻ പദ്ധതികള് കൂട്ടായ പ്രവർത്തനമാണ്. സുവിശേഷ വേല കൂട്ടായ പ്രവർത്തനമാണ്. സഹപ്രവർത്തകരുടെ ഒരു ശൃംഖല ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അതിൽ പ്രധാനമായും പൗലോസ് ഉദ്ദേശിക്കുന്നത് കൊലോസ്യ ലേഖനം 4:12 വാക്യത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. കൊലോസ്യ ലേഖനം 4:12 പറയുന്നത്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്ന് എപ്പഫ്രോസിനെ കുറിച്ച് പൗലോസ് സാക്ഷ്യം പറയുന്നു. കൊലോസിയ സഭയെക്കുറിച്ച് പൗലോസിന് ലക്ഷ്യമുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും തികഞ്ഞവരായിരിക്കണം, ദൈവഹിതത്തിൽ തികഞ്ഞവരും ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരായി പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പൗലോസ് തന്റെ സുവിശേഷ വേല മറ്റ് സഹപ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. യഹൂദരായ തിഹിക്കോസ്, അരിസ്തർഹോസ്, ഉസ്തോസ് എന്നിവരുമായും വിജാതീയരായ എപ്പഫ്രോസ്, കൂടാതെ അർപ്പിക്കസ്, നിംഫ എന്ന് പറയുന്ന വ്യക്തികളുമായി ഒക്കെ ചേർന്നുകൊണ്ട് സുവിശേഷ വേല പൗലോസ് ഇവിടെ ശക്തിയോടെ ചെയ്യുന്നു. അതുകൊണ്ട് താന് പോകാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും താൻ പോകാത്ത ചില സ്ഥലങ്ങളുണ്ട്. കൊലോസിയ സഭ താൻ പോയി സന്ദർശിച്ചിട്ടില്ല. ലവോദിക്ക സഭ പൗലോസ് സന്ദർശിച്ചിട്ടില്ല. ഹീരപ്പൊലീസ് പൗലോസ് പോയി സന്ദർശിച്ചിട്ടില്ല. അവിടെയെല്ലാം നല്ല കഴിവുള്ള സഹപ്രവർത്തകരെ ആ ദേശങ്ങളിലേക്ക് ദൂതുമായി പൗലോസ് അയക്കുന്നത് ഇവിടെ കാണുന്നു. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സഭകളെ ശക്തിപ്പെടുത്തുക. അതുകൊണ്ട് സാധ്യമായതെല്ലാം പൗലോസ് തന്റെ 3 മിഷണറി യാത്രകളിൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പറയുന്നു, ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. സുവിശേഷ വേലയിൽ നടക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് സമ്പർക്ക പാഠങ്ങൾ. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് സമ്പർക്ക പാഠങ്ങൾ. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ് ആരെല്ലാമായിട്ടാണ് സമ്പർക്കം നടത്തിയത്? വാക്കുകൾ ശ്രദ്ധിക്കുക. സുവിശേഷം മറ്റുള്ള ദേശങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കുകയുണ്ടായി. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല സുവിശേഷ വേല. അതൊരു കൂട്ടായ ടീം വർക്കാണ്. അത് വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരുമായി നമുക്കൊരു നല്ല സമ്പർക്കം ഉണ്ടാകണം. ഞായറാഴ്ചത്തെ പാഠത്തില് സുവിശേഷ വേല മറ്റുള്ള ദേശങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് നടത്തുന്നതായ മറ്റുള്ളവരുമായി ചേർന്ന് നടത്തുന്ന സമ്പർക്ക ബന്ധത്തെക്കുറിച്ച്, അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ച് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് പൗലോസിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇന്നത്തെ ആത്മീയ വേലക്കാര് പഠിക്കുവാനുണ്ട് എന്ന് ആമുഖത്തിലെ ലേഖകൻ പറയുകയാണ്. കാരണം ഏകദേശം അദ്ദേഹത്തിന്റെ സുവിശേഷ യാത്രകൾ ഏകദേശം 13,400 മൈലുകള് അദ്ദേഹം സഞ്ചരിച്ചു, സുവിശേഷവുമായി സഞ്ചരിച്ചു എന്നിവിടെ പറയുന്നത്. അതിൽ പലതും കാൽനടയായിട്ടാണ്. അത്രമാത്രം എരിവ് ആത്മീയ വേലയില്, ആ തീഷ്ണത പൗലോസിന് ഉണ്ടായിരുന്നു. കൊരിന്ത്, എഫെസോസ് എന്ന് പറയുന്ന വ്യാപാര കേന്ദ്രങ്ങളിൽ കൂടുതലായും അദ്ദേഹം സമയം ചെലവഴിച്ചു. ഇനി ഉൾനാടൻ പ്രദേശങ്ങളിൽ പോകാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ പൗലോസുമായി സുവിശേഷ വേലയിൽ
സമ്പർക്കമുള്ളതായ സഹപ്രവർത്തകരെ ആ ദേശങ്ങളിലേക്ക് അയച്ചു. എന്തിനാ അയക്കുന്നത്? ആ ദേശത്തിലെ സഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതിനും. അദ്ദേഹത്തിന് സ്വന്തമായി പോകാൻ കഴിയാത്ത സന്ദർഭങ്ങളിലൊക്കെയും തന്റെ സഹപ്രവർത്തകരെ അങ്ങോട്ട് അയക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. ഇനി പോകാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഈ സഹപ്രവർത്തകരുടെ അടുക്ക് കത്തുകൾ നൽകി അവരെ ശക്തിപ്പെടുത്തി എന്നിവിടെ പറയുന്നു. ഞായറാഴ്ചത്തെ പാഠത്തില് ഇങ്ങനെ അയച്ചതായ 2 പേരെ ഞായറാഴ്ചത്തെ പാഠത്തില് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് തിഹിക്കോസും മറ്റൊന്ന് ഒനോസിമോസും. വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന് തിഹിക്കോസ്, മറ്റൊന്ന് ഒനോസിമോസ്. ഈ 2 പേരെയും ഇവിടെ കൊലോസിയ സഭയിലേക്ക് ഇവിടെ അയക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. കൊലോസിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. കൊലോസിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 9 വരെ. അതിങ്ങനെ പറയുന്നു: എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ ഈ അവസ്ഥയൊക്കെയും, പൗലോസ് ഇപ്പോൾ ജയിലിലാണ്, റോമ തടങ്കലിലാണ്. അപ്പൊ ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനങ്ങൾ കൊലോസിയ സഭയ്ക്ക് എഴുതുന്നത്. ആരിലൂടെ കൊടുത്തുവിടുന്നു? എപ്പഫ്രോസിലൂടെ കൊടുത്തുവിടുന്നു, തിഹിക്കോസിലൂടെ കൊടുത്തുവിടുന്നു. ഇവിടെ പറയുകയാണ്, തിഹിക്കോസിനോട് പറയുകയാണ്, എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. കൊലോസിയ സഭയോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കല് അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവൻ നിങ്ങളോട് അറിയിക്കും. ഈ വചനത്തിൽ പറയുന്നത് പൗലോസ് ആരെ അയക്കുന്നു? കൊലോസിയിലേക്ക് തന്റെ സഹഭൃത്യനും വിശ്വസ്തനും പ്രിയ സഹോദരൻ. നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ് തിഹിക്കോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്. എന്റെ സഹഭൃത്യനാണ്, എന്റെ കൂടെ സഹബദ്ധനായി സുവിശേഷ വേലയിൽ പോരാടുന്നവനാണ് തിഹിക്കോസ്. അതുകൊണ്ട് എന്റെ സഹഭൃത്യനും വിശ്വസ്തനും കർത്താവിൽ പ്രിയ സഹോദരനുമായ തിഹിക്കോസ് ഇവിടുത്തെ അവസ്ഥകളൊക്കെയും നിങ്ങളെ അറിയിക്കും. അതിന്റെ കൂടെ ആരും കൂടെ വരുന്നു? എന്റെ ആത്മീയ ശിഷ്യനായ ഒനോസിമോസും കൂടെ തിഹിക്കോസിനോട് കൂടെ ഉണ്ട്. അവരെല്ലാം നിങ്ങളോട് അറിയിക്കും എന്നിവിടെ പറയുന്നു. കൂടാതെ എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ പ്രിയ ശുശ്രൂഷകരമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. എഫേസ്യർ ലേഖനത്തിലും തിഹിക്കോസിനെ കുറിച്ച് ഇവിടെ പറയുന്നു, അല്ലെ? അപ്പോൾ തിഹിക്കോസും ഒനോസിമോസിനെയാണ് കൊലോസിയ സഭയെ പ്രോത്സാഹിപ്പിക്കുവാനും വചനത്തിൽ നിലനിൽക്കേണ്ടതിനു വേണ്ടി ശാക്തീകരിക്കുവാനും ഇവിടെ അയക്കുന്നത്. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കത്തുകളിലൂടെ നമുക്ക് ലേഖനങ്ങൾ എഴുതി അവരെ ധൈര്യപ്പെടുത്താൻ സാധിക്കുമെങ്കിലും ഡയറക്റ്റായിട്ട് വാമൊഴിയായി പറയുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെ? ലേഖകൻ അത് വ്യക്തമായി പറയുന്നു. എല്ലാം കത്തുകളിലൂടെ അവര് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നേരിട്ട് കണ്ട് വാമൊഴിയായി പൗലോസിന് പറയാനുള്ളത് തിഹിക്കോസ് അവിടെ അറിയിക്കും, ഒനോസിമോസ് അവിടെ അറിയിക്കും. അപ്പൊ വാമൊഴിയായി പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് ഈ 2 പേരെ കൊലോസിയ സഭ സന്ദർശിക്കുവാനായിട്ട് അവിടെ വിടുന്നത്. എന്തിനാ വിടുന്നത്? കൊലോസിയ സഭയിലെ ജനത്തെ ആശ്വസിപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഈ തിഹിക്കോസിനെയും ഒനോസിമോസിനെയും അവിടെ വിടുന്നത് എന്നിവിടെ പറയുന്നു. തിഹിക്കോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ഭാഗ്യവാൻ എന്നാണ്. തിഹിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പൗലോസിന്റെ വിശ്വസ്ത ദൂതൻ, അല്ലെ? വിശ്വസ്തനായ ഒരു ദൂതൻ, എന്തും ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഒരു വിശ്വസ്ത ശുശ്രൂഷകൻ, സഹഭൃത്യൻ. ഇനി യെരുശലേമില് ഒരു കാലത്ത് വിശ്വാസികൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ധനശേഖരണത്തിനായിട്ട് ആസിയയിൽ നിന്ന് 2 പുരുഷന്മാരെ തെരഞ്ഞെടുത്ത സമയത്ത് തിഹിക്കോസ് അതിലൊരു അംഗമായിരുന്നു. അപ്പോ അത്രമാത്രം തിഹിക്കോസിനെ വളരെയധികം മാനിച്ചിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളിലും തിഹിക്കോസിനെ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ എഫെസോസ് സഭയെ സന്ദർശിക്കുവാനും ക്രെത്തയിലെ സഭ സന്ദർശിക്കുവാനും ഒക്കെ തിഹിക്കോസിനെ ഇവിടെ പല സന്ദർഭങ്ങളിൽ തന്റെ സുവിശേഷ വേലയിൽ അദ്ദേഹം അയക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുപോലെ ഒനോസിമോസ്
ഫിലമോന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒനോസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ആത്മീയ മകനാണ് ഒനോസിമോസ് എന്ന് പൗലോസ് പറയുന്നു. കാരണം റോമ തടവിൽ വെച്ച് എൻ്റെ കൂടെ തടവിൽ കഴിഞ്ഞതായ മനുഷ്യനാണ് ഒനോസിമോസ്. അവനെ അവിടെ വെച്ച് മതപരിവർത്തനം നടത്തി ദൈവവേലയിലേക്ക് ഇറക്കിയതാണ് പൗലോസ്. അതുകൊണ്ട് എൻ്റെ ആത്മീയ പുത്രനാണ് ഒനോസിമോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒനോസിമോസ് പണ്ട് കാലങ്ങളിൽ അവൻ അടിമയായിരുന്നു, സുവിശേഷ വേലയ്ക്ക് കൊള്ളരുതാത്തവനായിരുന്നു. പക്ഷേ രൂപാന്തരപ്പെടുത്തി ഇപ്പോൾ അവൻ ആരായി മാറി? വിശ്വസ്തനായി മാറി. അതുകൊണ്ട് രണ്ടുപേരെ കുറിച്ചും പൗലോസ് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. അപ്പോ മറ്റുള്ളവരുമായി, കൊലോസിയ സഭയുമായി സമ്പർക്കം ചെയ്യുവാൻ, അവരെ ആശ്വസിപ്പാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ പൗലോസ് രണ്ടുപേരെ കൊലോസിയ സഭയിലേക്ക് അയക്കുന്നു. ഒന്ന് തിഹിക്കോസും മറ്റൊന്ന് ഒനോസിമോസും. ഈ രണ്ടുപേരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു, എരിവുള്ളവരായിരുന്നു, ആത്മീയമായി പോരാടുന്നവരായിരുന്നു എന്ന് വ്യക്തമായി ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. പൗലോസിന്റെ 3 മിഷണറി യാത്രകൾ നമ്മൾ നോക്കുമ്പോൾ പൗലോസ് ലേഖനങ്ങളിലൂടെയും സഭകൾ സന്ദർശനത്തിലൂടെയൊക്കെയും സഭകളെ പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തതായിട്ട് ഇവിടെ പറയുന്നു. ഇന്നത്തെ കാലത്തെ പോലെ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ വാട്സപ്പ് ഗ്രൂപ്പുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് സഭകളെ ശക്തിപ്പെടുത്തുവാൻ അനേക നൂതന മാർഗങ്ങൾ നമുക്കിന്നുണ്ട്, അല്ലെ? ഓരോ പള്ളികളിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ ഉണ്ട് നമുക്ക് സന്ദേശങ്ങൾ അറിയിക്കുവാൻ. അപ്പൊ അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എങ്കിൽ പോലും ഓരോ പ്രാദേശിക സഭകളും ശക്തിപ്പെടുത്തുവാൻ പൗലോസിന് സാധ്യമായതെല്ലാം തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പൗലോസ് ഇവിടെ ചെയ്യുന്നു. ഒരു വലിയ വെല്ലുവിളിയാണ് പൗലോസ് അവിടെ ഏറ്റെടുക്കുന്നത്, അല്ലെ? ഇന്നത്തെ പോലെ ഇത് നേരിടുവാൻ പറ്റിയതായ സന്ദർഭങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ഇന്ന് പല മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷേ അന്ന് പൗലോസ് നേരിട്ട വെല്ലുവിളികൾ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ആയിരുന്നു. പലതും കാൽനടയായിട്ട് ഏകദേശം ഇവിടെ 13,400 കിലോമീറ്റർ താൻ സഞ്ചരിച്ചു എന്നിവിടെ പറയുന്നു. പലതും കാൽനടയായിട്ടാണ് പൗലോസ് പോയത്. ഇനി ദൂരെയുള്ള വിദൂര പ്രദേശങ്ങളിൽ എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങള് പൗലോസ് സന്ദർശിക്കാത്ത സഭകളുണ്ട്. കൊലോസിയ, ലവോദിക്കിയ, ഹീരപ്പൊലി, ഈ 3 പ്രദേശങ്ങൾ പൗലോസ് സന്ദർശിക്കാത്ത സഭകളാണ്. അവിടെ പോലും തന്റെ സഹപ്രവർത്തകരെ അങ്ങോട്ട് അയച്ച് ആ സഭകളെ ശക്തിപ്പെടുത്തിയതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ശക്തരായ വിശ്വസ്തരായ സഹഭൃത്യന്മാര്, സഹശുശ്രൂഷകന്മാര് പൗലോസിനുണ്ടായിരുന്നു. തിങ്കളാഴ്ചത്തെ പാഠത്തില് അരിസ്തർഹോസ് എന്ന് പറയുന്ന ഒരു ദൂതനെ കുറിച്ചാണ് പറയുന്നത്. സഹദൂതൻ അല്ലെങ്കിൽ ദൂതുമായി പോകുന്ന വ്യക്തി, സഹഭൃത്യൻ. അരിസ്തർഹോസിനെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കൊലോസി ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് തിങ്കളാഴ്ചത്തെ പ്രതിപാദ്യ വിഷയം. കൊലോസി ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അതിപ്രകാരം പറയുന്നു: എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചനായ മർക്കോസും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ എവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു എന്ന് പറയുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് തിങ്കളാഴ്ചത്തെ പ്രതിപാദ്യ വിഷയം. ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്റെ സഹബദ്ധനായ, അപ്പൊ ഞാൻ റോമിൽ തടവിലാണ്, അതുപോലെ ബന്ധനത്തിലായിരിക്കുന്നതായ, സുവിശേഷ വേലയിൽ ബന്ധനത്തിൽ കഴിയുന്നതായ അരിസ്തർഹോസിനെ പരിചയപ്പെടുത്തുകയാണ്. കൂടാതെ ബർണബാസിന്റെ മച്ചുനനായ ആരാണ്? മർക്കോസ് എന്ന യോഹന്നാൻ. മർക്കോസ് എന്ന യോഹന്നാനെ കുറിച്ച് 1-ാമത്തെ മിഷണറി യാത്രയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. 1-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ബർണബാസുമായി ചേർന്ന് മർക്കോസ് എന്ന യോഹന്നാനുമായി ചേർന്നാണ് സൈപ്രസ് ദ്വീപുകളിലേക്കും കുപ്രോസ് ദ്വീപുകളിലേക്കും സുവിശേഷവുമായി പോയത്. പക്ഷെ ആ 1-ാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് എന്ന യോഹന്നാൻ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞുപോയി. അത് വ്യക്തമായി ഇവിടെ പറയുന്നു. ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞുപോയി. വീണ്ടും അവൻ എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് അവൻ മടങ്ങിപ്പോയി എന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ബർണബാസും പൗലോസും തമ്മിൽ
മർക്കോസ് എന്ന യോഹന്നാൻ പിരിഞ്ഞു പോയതിന്റെ പേരിൽ ഒരു ഉഗ്രവാദം ഉണ്ടായി. അങ്ങനെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും തെറ്റിപ്പിരിഞ്ഞു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് സീലാസുമായി ചേർന്നാണ് എഫെസോസ്, കൊരിന്ത്, തെസലോനിക്ക സഭകൾ സന്ദർശിച്ച് ശക്തിപ്പെടുത്തിയത്. അപ്പൊ മർക്കോസ് എന്ന യോഹന്നാൻ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ നമ്മെ വിട്ട് പോയവനാണ്. പക്ഷെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് എന്ന യോഹന്നാൻ മടങ്ങി വരുന്നു. അതുകൊണ്ട് ഈ കൊലോസിയ ലേഖനത്തിൽ പറയുകയാണ്, എന്റെ ബദ്ധനായ അരിസ്തർഹോസും ഒന്നാമത്തെ മിഷണറി യാത്രയിൽ നമ്മെ വിട്ട് സുവിശേഷം മതിയാക്കി പിരിഞ്ഞു പോയതായ ബർണബാസിന്റെ മച്ചുനനായ മർക്കോസ് എന്ന യോഹന്നാനും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, പിരിഞ്ഞു പോയവനാണ്. പക്ഷേ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ നമ്മോടൊപ്പം അവൻ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, കൊലോസ്യ സഭയോട് പറയുകയാണ്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവൻ എന്ത് ചെയ്യുക? കൈക്കൊള്ളുവീൻ, ഉപേക്ഷിക്കരുത്, അവനെ കൈക്കൊള്ളുവീൻ. കൂടാതെ യുസ്തോസ് എന്ന് പറയുന്നതായ ഇരട്ടപ്പേര് ഉള്ള യേശുവും, യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വന്ദനം ചെയ്യുന്നു. ഇനി പരിച്ഛേദനക്കാരിൽ എവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു എന്നിവിടെ പറയുന്നു. അപ്പൊ കൊലോസിയ സഭയ്ക്ക് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, പരിച്ഛേദനക്കാരില് യഹൂദ ക്രിസ്ത്യാനികളായി കുറച്ച് പേര് മാത്രമാണ് എന്നോടൊപ്പം എരിവുള്ളവരായി സുവിശേഷ വേലയിൽ നിന്നത്. ആരെല്ലാമാണ് ഇവിടെ എടുത്തു പറയുന്നത്? അരിസ്തർഹോസ്, ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസ് എന്ന യോഹന്നാൻ, അതുപോലെ യുസ്തോസ് എന്നു പേരുള്ള യേശു. ഈ മൂന്ന് പേരുമാണ് പരിച്ഛേദനക്കാരിൽ, യഹൂദന്മാരിൽ പരിച്ഛേദനയേറ്റ ഈ മൂന്ന് പേരാണ് ക്രിസ്ത്യാനികളായി തീർന്നതിന് ശേഷം പൗലോസിനോടൊപ്പം ചേർന്ന് നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് അരിസ്തർഹോസിനെ പറയുന്നത് എന്താണ്? അരിസ്തർഹോസ് ആരായിരുന്നു? അരിസ്തർഹോസിനെ കുറിച്ച് പറയുന്നത് സഹയുദ്ധ തടവുകാരനാണ്. എന്നെപ്പോലെ ദൈവവേലയ്ക്ക് വേണ്ടി തടവിലായവനാണ്. ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ച ഒരു പടയാളിയായിരുന്നു അരിസ്തർഹോസ് എന്ന് ഇവിടെ പൗലോസ് സാക്ഷീകരിക്കുന്നു. അല്ലെ, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടിയവനാണ് അരിസ്തർഹോസ്. അതുപോലെ യേശു എന്ന യുസ്തോസ്, നമ്മൾ ശൗലിനെ പൗലോസ് എന്ന് പറയുന്നത് പോലെ, ശൗലിനെ പൗലോസ് എന്ന് പറയുന്നത് പോലെ ഇരട്ടപ്പേര് യേശു എന്ന യുസ്തോസും വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനായിരുന്നു. അപ്പോ മൂന്ന് പേരെ കുറിച്ച് വ്യക്തമായി പറയുന്നു: അരിസ്തർഹോസ്, മർക്കോസ് എന്ന യോഹന്നാൻ, യുസ്തോസ് എന്ന യേശു. ഈ മൂന്ന് പേരും പരിച്ഛേദന ഏറ്റവരിൽ നിന്ന് പൗലോസിനെ സഹായിച്ചവരായിരുന്നു. ഇനി ജാതികളിൽ നിന്നുള്ള പേരുകൾ പറയാണ്. ജാതികളിൽ നിന്ന് വന്നവരായ എപ്പഫ്രോസ്, വൈദ്യനായ ലൂക്കോസ്, ദേമാസ്. എപ്പഫ്രോസ്, വൈദ്യനായ ലൂക്കോസ്, ദേമാസ് ആണ് ജാതികളിൽ നിന്ന് വന്നിട്ട് പൗലോസിനോടൊപ്പം സഹപ്രവർത്തകരായിട്ട് എരിവോടെ നിന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ദൈവവേലയില് ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ സഭകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ് വളരെ ശക്തമായ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതായിട്ട് പറയുന്നു. നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധത്തില് സഹപ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് സാധ്യമായതെല്ലാം പൗലോസ് ചെയ്യുന്നു. യഹൂദ ക്രിസ്ത്യാനികളായ അരിസ്തർഹോസിനെയും മർക്കോസ് എന്ന യോഹന്നാനെയും യുസ്തോസ് എന്ന യേശുവിനെയും പൗലോസ് തെരഞ്ഞെടുക്കുന്നു. അതുപോലെ ജാതികളിൽ നിന്ന് കൊലോസിയ സഭ സ്ഥാപിച്ചതായി എപ്പഫ്രോസും യേശുവിന്റെ ശിഷ്യനായ വൈദ്യനായ ലൂക്കോസും ദേമാസിനെയും ഇവിടെ തെരഞ്ഞെടുക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അല്ലെ, അതുകൊണ്ട് ഇന്നും സഭകളുടെ ഐക്യത്തെ നിലനിർത്താൻ വേണ്ടി വലിയ പോരാട്ടങ്ങൾ സുവിശേഷ വേലയിൽ ആത്മീയ വേലക്കാർ ചെയ്യുന്നുണ്ട്. അല്ലെ, അപ്പോ സുവിശേഷ വേലയിൽ വരുന്നതായ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി സഭകൾ തമ്മിൽ പരസ്പരം ഏകോപിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അന്നത്തെ കാലത്ത് പൗലോസ് ധീരമായ പോരാട്ടങ്ങൾ നടത്തിയതായിട്ട് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് പൂർണ്ണമായും പൂർണ്ണതയോടെ നിൽക്കുന്നു. പൂർണ്ണമായും പൂർണ്ണതയോടെ നിൽക്കുന്നു. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത് ലക്ഷ്യത്താൽ നയിക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ചും ഉദ്ദേശത്താൽ നയിക്കപ്പെടുന്ന സഭയെക്കുറിച്ചും അനേക ലേഖനങ്ങൾ ആത്മീയ മക്കള് എഴുതിയിട്ടുണ്ട്.
ലക്ഷ്യത്താൽ നയിക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ചും ഉദ്ദേശത്താൽ നയിക്കപ്പെടുന്ന സഭകളെക്കുറിച്ചും അനേക ലേഖനങ്ങൾ ആത്മീയ മക്കള് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതൊരു കാര്യവും നിറവേറുന്നതിന് വേണ്ടി നമുക്കൊരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഉണ്ടായിരിക്കണം. അപ്പൊ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനം വിജയിക്കുന്നതിന് വേണ്ടി പൗലോസിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, പൗലോസിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തന്നെ പറയുന്നു, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ട്. സുവിശേഷ വേലയില് പൗലോസ് പറയുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെ? ആ പരമവിളിയുടെ, ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഓടുന്നു, പഴയതിനെല്ലാം ഉപേക്ഷിച്ചിട്ട്. അപ്പൊ ഏതൊരു പ്രവർത്തനവും വിജയിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു ഗോള്, ഒരു ലക്ഷ്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തില് നമ്മൾ പഠിക്കുന്ന പ്രധാന വിഷയം കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പ്രതിപാദ്യ വിഷയം കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അതിപ്രകാരം പറയുന്നു, നിങ്ങളില് ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് പൗലോസ് എന്ന ഞാൻ സാക്ഷി. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് ചൊവ്വാഴ്ചത്തെ പ്രതിപാദ്യ വിഷയം. ഇവിടെ പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ, കൊലോസ്യ സഭ സ്ഥാപിച്ചതായ എപ്പഫ്രോസിനെ കുറിച്ച് പറയുകയാണ്. ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളുടെ സഭയ്ക്ക് വന്ദനം ചെയ്യുന്നു. കൊലോസ്യ സഭയിലെ ജനത്തെക്കുറിച്ച് എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി എല്ലായ്പ്പോഴും നിൽക്കേണ്ടതിന്, പൂർണ്ണമായും സ്ഥിരതയോടുകൂടി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും കൊലോസ്യ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നിവിടെ പറയുന്നു. ആത്മീയമായി പോരാടുന്നു എന്നിവിടെ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, കൊലോസ്യ സഭയ്ക്ക് മാത്രമല്ല, പൗലോസ് സന്ദർശിക്കാത്തതായ കൊലോസ്യ സഭയിലും ലവോദിക്യ സഭയിലും അതുപോലെ ഹീരപ്പൊലി സഭയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി എപ്പഫ്രോസ് പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് സാക്ഷീകരിക്കുന്നു. കാരണം കൊലോസ്യ സഭയിലെ ജനങ്ങളും ലവോദിക്യ സഭയിലെ ജനങ്ങളും ഹീരപ്പൊലി സഭയിലെ ജനങ്ങളും ആത്മാർത്ഥമായി തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണമെന്ന് എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ 3 സഭകളെയുമാണ് പൗലോസ് സന്ദർശിക്കാത്ത സഭകൾ. 1 കൊലോസിയ, 2 ലവോദിക്യ, 3 ഹീരപ്പൊലി. അപ്പൊ സുവിശേഷം പ്രചരിപ്പിക്കുന്നതില്, ഈ 3 പള്ളികളിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതില് പൗലോസിന്റെ ശിഷ്യനായ, ആത്മീയ ശിഷ്യനായ എപ്പഫ്രോസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്നിവിടെ പറയുന്നു. അപ്പൊ ഈ സഭകൾക്ക് വേണ്ടിയുള്ള എല്ലാ ആശംസകളും എല്ലാ പ്രോത്സാഹനങ്ങളും പൗലോസ് നൽകി എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് എപ്പഫ്രോസിന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ 3 പള്ളികളെ കുറിച്ച്, എപ്പഫ്രോസിന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. അവര് പൂർണ്ണ നിശ്ചയമുള്ളവരായി ദൈവഹിതം മനസ്സിലാക്കി നിൽക്കുന്ന ജനങ്ങളായിരിക്കണം, മക്കളായിരിക്കണമെന്ന് എപ്പഫ്രോസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ടി ആത്മീയ പോരാട്ടം കഴിച്ചു എന്നിവിടെ പറയുന്നു. ഇവിടെ 3 വാക്കുകളാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വചനത്തിൽ നിന്ന് 3 വാക്കുകൾ നമ്മെ മനസ്സിലാക്കുന്നു. 1, തികഞ്ഞവരായി നിൽക്കുക. വാക്കുകൾ ശ്രദ്ധിക്കുക. 3 പദങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 1, നിൽക്കുക. 2, തികവുള്ളവരാകുക. 3, പൂർണ്ണത പ്രാപിക്കുക. 3 കാര്യങ്ങളെ ഇവിടെ എടുത്തു പറയുന്നു. 1, നിൽക്കുക. 2, തികഞ്ഞവരായി മാറുക. 1, പൂർണ്ണത പ്രാപിക്കുക. എന്താണ് നിൽക്കുക? നിൽക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഉറച്ചു നിൽക്കുക, ചഞ്ചലപ്പെടാതിരിക്കുക, കേട്ട വചനത്തിനനുസരിച്ച് ഉറച്ചു നിൽക്കുക, ആടി ഒലയാതെ നിൽക്കുക,
ചഞ്ചലപ്പെടാതിരിക്കുക, വിശ്വാസത്തില് ഉറച്ചു നിൽക്കുക. അല്ലെ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തില് അതിനെക്കുറിച്ച് പറയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തില് അത് അതിനെക്കുറിച്ച് വ്യക്തമായി അവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി ഉറച്ചു നിൽക്കുക. അല്ലെ? ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ച് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്ന് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറയുന്നു. അതാണ് നിൽക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഇനി 2, തികവുള്ളവരാകുക. തികവുള്ളവരാകുക, അല്ലെ? തികവുള്ളവരാകുക. ഇവിടെ പറയുന്നത് സ്വഭാവത്തിന്റെ പൂർണ്ണതയാണ് അത് സൂചിപ്പിക്കുന്നത്. തികവുള്ളവരാകുക എന്ന് പറയുമ്പോൾ സ്വഭാവത്തിന്റെ പൂർണ്ണതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ്, ബാക്കി പറഞ്ഞേ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും ആരായി മാറുക? സൽഗുണ പൂർണ്ണരാകുവിൻ, തികവുള്ളവരായി മാറുവിൻ. സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണ പൂർണ്ണരാകുവിൻ. അതാണ് എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നതായ 2ാമത്തെ പ്രത്യേകത. നിങ്ങൾ തികവുള്ളവരാകുക, വചനത്തിൽ പരിജ്ഞാനമുള്ളവരാകുക. 3, പൂർണ്ണത പ്രാപിക്കുക. 3ാമത്തെ പ്രത്യേകത പൂർണ്ണത പ്രാപിക്കുക. അല്ലെ? മൊത്തത്തില് അത് മാനുഷികമായി സാധ്യമുള്ള കാര്യമല്ല. പൂർണ്ണത പ്രാപിക്കുക മാനുഷികമായി സാധ്യമുള്ള കാര്യമല്ല. പക്ഷെ അമാനുഷികമായി ദൈവത്തിന്റെ ശക്തിയാൽ അബ്രഹാമിനെ ദൈവം പൂർണ്ണത ഉള്ളവനായി മാറ്റിയതുപോലെ, അബ്രഹാമിനെ ദൈവം പൂർണ്ണത ഉള്ളവനായി മാറ്റിയതുപോലെ ദൈവത്തിന് സാധിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു എന്റെ പ്രസംഗം മുഴുപ്പിക്കുവാൻ വേണ്ടി കർത്താവ് എനിക്ക് തുണ നിന്നു. അതാണ് കർത്താവ് നൽകുന്ന പൂർണ്ണത. 3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. 1, നിൽക്കുക, ചഞ്ചലപ്പെടാതെ ബലപ്പെട്ട് നിൽക്കുക, ഉറച്ചു നിൽക്കുക. 2, തികഞ്ഞവരായി മാറുക. 3, പൂർണ്ണത പ്രാപിക്കുക. അപ്പൊ ദൈവഹിതത്തെക്കുറിച്ച് അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പൂർണ്ണമായി നിൽക്കുക. അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, നമുക്കൊരു ഉദ്ദേശമുണ്ടായിരിക്കണം. എങ്കിൽ തീർച്ചയായും പൂർണ്ണതയോടെ നിൽക്കാൻ സാധിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദൂത് പറയുന്നു. എപ്പഫ്രോസ് എന്ന മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പോരാടുന്നു. കൊലോസിയ സഭയും ഹീരപ്പൊലി സഭയും കൊലോസിയ സഭയും ദൈവഹിതത്തിൽ ജ്ഞാനമുള്ളവരായി പൂർണ്ണമായി നിൽക്കണമെന്ന് എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് ഇവിടെ ദൂത് അറിയിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും നിൽക്കുവാൻ പൗലോസ് ഈ 3 സഭയോടും ഉപദേശിക്കുന്നതായിട്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഈ ലോകത്തിൽ ജീവിക്കുന്നു, പക്ഷെ അതിൽ നിന്നല്ല. ബുധനാഴ്ചത്തെ പാഠത്തിന് ഹെഡിങ് പറയുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു, പക്ഷെ അതിലുള്ളവരല്ല, അതിൽ നിന്നല്ല. ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ നാം അതിലുള്ളവര് അല്ല. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിപ്രകാരം പറയുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുഫയ്ക്കും അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവേൻ എന്നിവിടെ പറയുന്നു. അപ്പൊ ആരെല്ലാമാണ്? വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവരെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. വിജാതിയരിൽ നിന്ന് വന്നവരാണ് ഇവര് വിജാതിയരാണ്. 3 പേരെ കുറിച്ച് പറയുന്നു. 1 എപ്പഫ്രോസ്, 2 വൈദ്യനായ ലൂക്കോസ്, 3 ദേമാസ്. പക്ഷേ ബുധനാഴ്ചത്തെ പാഠത്തിലെത്തുമ്പോ വൈദ്യനായ ലൂക്കോസിനും ദേമാസിനും എന്ത് സംഭവിച്ചുവെന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, വൈദ്യനായ ലൂക്കോസ് പൗലോസിനോടൊപ്പം ചേർന്ന് നിന്ന് സുവിശേഷ വേലയിൽ പ്രവർത്തിച്ചു. മറിച്ച് ദേമാസ് എന്ന വ്യക്തി ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തെ സ്നേഹിച്ചിട്ട് സുവിശേഷ വേലയിൽ നിന്ന് പിൻവാങ്ങിപ്പോയി. ഇപ്പൊ ബുധനാഴ്ചത്തെ പാഠത്തില് വൈദ്യനായ ലൂക്കോസിനെ കുറിച്ചും ദേമാസിനെ കുറിച്ചുമാണ്
ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്. വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്ത് ചെയ്തു? പൗലോസിനോടൊപ്പം സഹപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ടീമായി ചേർന്നുകൊണ്ട് സുവിശേഷ വേലയില് ഒപ്പം നിന്നു എന്ന് ഇവിടെ പറയുന്നു. മറിച്ച് ദേമാസ് വരാനിരിക്കുന്ന സ്വർഗീയ രാജ്യത്തേക്കാൾ അമിതമായ പ്രാധാന്യം ലോകത്തിന് നൽകിയിട്ട് അവൻ എന്ത് ചെയ്തു? ഇടയ്ക്ക് വെച്ച് സുവിശേഷ വേലയിൽ നിന്ന് മാറിപ്പോയി, പിൻവാങ്ങിപ്പോയി. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 2:15 പറയുന്നത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബാക്കി പറഞ്ഞേ, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഇവിടെ ദേമാസ് എന്താ ചെയ്തത്? ദേമാസ് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ചു. മറിച്ച് വൈദ്യനായ ലൂക്കോസ് സ്വർഗരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് പൗലോസിനോടൊപ്പം ചേർന്ന് നിന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ദൈവമക്കള് ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ എന്തില്ല? പിതാവിന്റെ സ്നേഹം ഇല്ല. അതുകൊണ്ട് കർത്താവിന്റെ 2-ാം വരവനായി നോക്കി പാർത്തിരിക്കുന്ന ജനങ്ങള് ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ ലോകത്തിലുള്ളവരല്ല. വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തെ 2-ാം വരവനായി കാത്തിരിക്കുന്ന ദൈവമക്കള് ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ ആരല്ല? ലോകത്തിലുള്ളവരല്ല. ലോകത്തിലുള്ളവരാണെങ്കിൽ അവർ ലോകത്തിന്റെ പിന്നാലെ പോകും. ദേമാസ് പോയതുപോലെ ലോകത്തിന്റെ പിന്നാലെ പോകും. അതുകൊണ്ട് 2-ാം വരവനായി കാത്തിരിക്കുന്നവർക്ക് പൗലോസ് നൽകുന്ന ഉപദേശം എന്താണ്? 2-ാം വരവനായി കാത്തിരിക്കുന്നവർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? മർക്കൊസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിൽ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് യേശു തന്റെ പരിശുദ്ധ ശുശ്രൂഷയില് 2-ാം വരവിനെ കുറിച്ച് പറയുണ്ടായി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നു എന്നിവിടെ പറയും. അപ്പൊ 2-ാം വരവനായി കാത്തിരിക്കുന്ന ദൈവമക്കള് ഈ ഭാഗ്യകരമായ ആ പ്രത്യാശയ്ക്കായിട്ട് നോക്കിക്കൊണ്ട് ഈ ലോകത്തിലെ പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും ഒക്കെ വർജിച്ചിട്ട് ഈ ലോകത്തിൽ അവരെങ്ങനെ ജീവിക്കുന്നു? സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി അവർ ജീവിക്കുന്നു എന്നിവിടെ പറയാം. അപ്പൊ നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് തിരിച്ചറിയുക, ഈ ലോകത്തില് ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കള് ഭക്തിയോടും സുബോധത്തോടും നീതിയോടും അവർ ജീവിക്കുന്നു എന്നിവിടെ പറയുന്നു. വീണ്ടും 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ, ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണമെന്ന് പത്രോസ് അവിടെ സാക്ഷീകരിക്കുന്നു. ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരിക്കുന്ന ദൈവമക്കള് എത്ര വിശുദ്ധ ജീവനം നയിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇവിടെ പറയുന്നു, അല്ലെ? അതുകൊണ്ട് 2-ാം വരവനായി കാത്തിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉപദേശം, പൗലോസ് നൽകുന്ന ഉപദേശം, ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക, ജാഗ്രതയുള്ളവരായി മാറുക, ഒരുങ്ങിയിരിക്കുക, അല്ലെ? യേശു തന്നെ പറയുണ്ടായി, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെ? അതുകൊണ്ട് ആവശ്യമായ തയ്യാറെടുപ്പുകൾ ദൈവമക്കൾ നടത്തണം എന്നിവിടെ പറയുന്നു. പലപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും ആ ഒരുക്കം ഉണ്ടായിരുന്നില്ല. അവർ ആ ഒരുക്കത്തിൽ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ അവരതിൽ പരാജയപ്പെട്ടു. ഇന്നും അത് തന്നെയാണ് കാണുന്നത്, അല്ലെ? ദൈവമക്കള് എന്ന് അഭിമാനിക്കുന്ന നമുക്ക് എത്രത്തോളം ഒരുക്കമുണ്ട് എന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല, മറിച്ച് ലോകത്തിന്റെ പിന്നാലെ ദേമാസ് പോയതുപോലെ ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് ആവശ്യമായ തയ്യാറെടുപ്പുകൾ ചെയ്യുക. കാരണം നമുക്ക് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ദൈവമക്കള് വർജിക്കേണ്ട കാര്യങ്ങൾ വർജിച്ചിട്ട് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും കൂടെ ജീവിക്കണം
എന്നിവിടെ പറയുന്നു. അല്ലെ, ഇവിടെ യേശു ലവോദിക്യ സഭയ്ക്ക് നൽകുന്ന ഉപദേശം വെളിപാടിന്റെ പ്രവചനത്തില് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലെ, കർത്താവ് യേശു ക്രിസ്തു ലവോദിക്യ സഭയ്ക്ക് നൽകുന്ന ഉപദേശമുണ്ട്. അല്ലെ, ലവോദിക്യ സഭയോട് പറയുന്നത് വെളിപാടിന്റെ പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 21 വരെ, വെളിപാടിന്റെ പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങളിൽ ലവോദിക്യ സഭയ്ക്ക് പറ്റിയതായ പരാജയത്തെ കുറിച്ച് പറയുകയാണ്. അല്ലെ, ലവോദിക്യ സഭ വിചാരിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കിയാൽ. അവിടെ ചില ബുദ്ധി ഉപദേശങ്ങൾ നൽകുകയാണ്. അപ്പോൾ നമുക്കുള്ള പോരായ്മകൾ അവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അല്ലെ, നീ ധനവാനെന്ന് സ്വയം പറയുന്നു, പക്ഷെ ഇവിടെ പറയുന്നത്, കർത്താവ് പറയുന്നു, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ആത്മീയമായി നിങ്ങൾ ഇങ്ങനെ ഉള്ളവരാണ്. ആത്മീയമായി നീ നഗ്നനാണ്, ആത്മീയമായി നീ ദരിദ്രനാണ്, ആത്മീയമായി നീ കുരുടനാണ്. അല്ലെ, ആത്മീയമായി നീ അരിഷ്ടത അനുഭവിക്കുന്നവനാണ്. അതുകൊണ്ട് ലവോദിക്യ സഭയെ സ്നേഹിച്ചതായി കർത്താവ് പറയുന്നു, നീ സമ്പന്നനാകേണ്ടതിന്, സൂത്രങ്ങൾ പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയില് ഊതിക്കഴിച്ച പൊന്ന്, സ്വർണം, ഇനി നിന്റെ നഗ്നത അത് ഒഴിവാക്കാൻ വേണ്ടി, ലജ്ജ ഒഴിവാക്കാൻ വേണ്ടി വെള്ള ഉടുപ്പ്, നിനക്ക് കാഴ്ച ലഭിക്കുവാൻ, ആത്മീയമായി നീ ഇപ്പോ കുരുടനാണ്. അല്ലെ, നിനക്ക് കണ്ണുകൾ കാണുന്നില്ല, ആത്മീയമായി നിനക്ക് കണ്ണില്ല, ആത്മീയമായി നീ കുരുട് പ്രാപിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറയുന്നു എന്ന് യേശു പറയുന്നു. അതുകൊണ്ട് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആകയാൽ അന്ത്യകാലത്ത് നീ ജാഗ്രതയുള്ളവരായിരിക്കുക, നീ മാനസാന്തരപ്പെടുക, എങ്കില് കർത്താവ് നിന്നോടുകൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അല്ലെ, ഇവിടെ പറയുന്നത് ലവോദിക്യ സഭയ്ക്ക് നൽകുന്ന ഉപദേശം, കർത്താവ് നൽകുന്ന സന്ദേശം ഇവിടെ പറയുന്നു. അല്ലെ, നാം പലപ്പോഴും ലവോദിക്യ സഭയെ പോലെ, അല്ലെ, ഒന്നിനും എനിക്ക് മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം നടക്കുന്നു. മറിച്ച് കർത്താവ് പറയുന്നു, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്, നഗ്നനാണ്. അതുകൊണ്ട് കർത്താവ് ബുദ്ധി ഉപദേശിക്കുന്നു. അല്ലെ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നത വെളിവാകാതെ വണ്ണം വെള്ള ഉടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കുവാൻ കണ്ണിൽ എഴുതുവാൻ പരിശുദ്ധാത്മാവെന്ന ലേപവും വിലയ്ക്ക് വാങ്ങി നീ മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെടുക, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. എങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബുധനാഴ്ചത്തെ പാഠത്തിൽ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ അനുതപിക്കുവാൻ യേശു നിങ്ങളോട് എന്ത് പ്രത്യേകതകളാണ് ആവശ്യപ്പെടുന്നത്? അവന്റെ കുറിപ്പടിയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്നിവിടെ ചോദിക്കുന്നു. അല്ലെ, കർത്താവ് പറയുകയാണ്, നീ ദരിദ്രനാകണം, നീ സമ്പന്നനാകണമെങ്കിൽ, നീ ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു, ആത്മീയമായി നീ ദരിദ്രനാണ്, നീ സമ്പന്നനാകുവാൻ തീയിൽ ഊതിക്കഴിച്ച വചനം നീ പ്രാപിക്കുക. അല്ലെ, തീയിൽ ഊതിക്കഴിച്ച വചനം പ്രാപിക്കുക. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം നീതിയിൻ വസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങുക. കൂടാതെ നിന്റെ കുരുട് മാറുവാൻ, കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ, കണ്ണിലെഴുതുവാൻ പരിശുദ്ധാത്മാവ് എന്ന ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. നമുക്ക് ഏതിലാണ് നമ്മുടെ കുറവ്? നഗ്നതയാണോ നമ്മളിൽ വെളിവാകുന്നത്? ദാരിദ്ര്യമാണോ വെളിവാകുന്നത്? അല്ലെ എന്ന് സ്വയം ഇവിടെ ആലോചിക്കുക. നമ്മുടെ കുറവുകൾ ഏതാണ് എങ്കിൽ അനുതപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. തീർച്ചയായും അങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും നാം ലോകത്തിൽ ഉള്ളവരല്ല. ദേമാസിനെ പോലെ ലോകത്തെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലില്ല. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ
സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ആ പ്രത്യാശയ്ക്കായി ഒരുങ്ങുവാൻ ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ലവോദിക്കയ്ക്കുള്ള സന്ദേശം. ലവോദിക്കയ്ക്കുള്ള സന്ദേശം. പൗലോസ് തന്റെ ലേഖനത്തിലൂടെ സാക്ഷീകരിക്കുന്നത് പൗലോസ് സന്ദർശിക്കാത്ത സ്ഥലങ്ങളായ 1 കൊലോസ്യ സഭ, 2 ലവോദിക്ക സഭ, 3 ഹീരപ്പൊലി സഭ. ഈ 3 സഭകളെയും പ്രോത്സാഹിപ്പിക്കുവാനും വചനത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി അവരെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് എപ്പഫ്രോസിന്റെ കയ്യിൽ ദൂതുമായി വിടുകയാണ്. അല്ലെ, എപ്പഫ്രോസിന്റെ കയ്യിൽ, തിഹിക്കോസിന്റെ കയ്യിലൊക്കെ ദൂതുമായി വിടുകയാണ്. ഇവിടെ വ്യാഴാഴ്ചത്തെ പാഠത്തില് ലവോദിക്ക സഭയെക്കുറിച്ച് നൽകുന്ന സന്ദേശമാണ് വ്യാഴാഴ്ചത്തെ പാഠത്തില് നാം പഠിക്കുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെ. അതിപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവീൻ. ഇപ്പൊ എപ്പഫ്രോസിനോട് പറയുകയാണ്, ഞാൻ എപ്പഫ്രോസിന്റെ കയ്യിൽ ഒരു ലേഖനം നൽകുന്നു, ലവോദിക്ക സഭയ്ക്ക് ഒരു ലേഖനം നൽകുന്നു, കൊലോസ്യ സഭയ്ക്ക് ലേഖനം നൽകുന്നു. കൊലോസ്യ സഭയിലുള്ളവരെ ലേഖനം വായിച്ചിട്ട് അത് ലവോദിക്ക സഭയ്ക്ക് നൽകുക. ലവോദിക്ക സഭയ്ക്ക് നൽകിയ ദൂത് ലവോദിക്കക്കാർ വായിച്ചതിന് ശേഷം അത് കൊലോസ്യ സഭയ്ക്ക് നൽകുക. രണ്ടുപേരും ഒന്ന് വായിക്കുക. ഓരോ സഭയ്ക്ക് ഓരോ ദൂതാണെങ്കിലും ലവോദിക്ക സഭയ്ക്ക് നൽകിയ ദൂത് ആര് വായിക്കണം? ലവോദിക്ക സഭ വായിച്ചതിന് ശേഷം, കൊലോസ്യ സഭ വായിച്ചതിന് ശേഷം ലവോദിക്ക വായിക്കണം. ഇനി ലവോദിക്കയ്ക്ക് നൽകിയ ഉപദേശം ലവോദിക്ക സഭ വായിച്ചതിന് ശേഷം കൊലോസ്യ സഭയിലെ ജനങ്ങളും വായിക്കണം. അത് പൗലോസിന് ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ഇനി ലവോദിക്കയിൽ കൊടുത്ത ദൂത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ എന്നിവിടെ പറയുന്നു. എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആ കൊലോസ്യ ലേഖനം അവിടെ ചുരുക്കുകയാണ്. അല്ലെ, എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് തന്റെ സഭകള് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ദൂതുകള് കൈമാറിയത്. യുഗങ്ങളിലൂടെ നാം ഓരോ സഭകൾക്കുണ്ടാകുന്നതായ പ്രശ്നങ്ങള് നാം മനസ്സിലാക്കുന്നു. അല്ലെ, കൊലോസ്യ സഭയില് സഭ സ്ഥാപിച്ച സമയത്ത് പലതരത്തിലുള്ള ദ്വന്ദ്വപക്ഷങ്ങളും ഭിന്നതകളും, അല്ലെ, പുതിയതായ ചിന്തകളൊക്കെ കടന്നു വന്നു. വ്യാജ ഉപദേഷ്ടാക്കന്മാർ കടന്നു വന്നു, വ്യാജ ഉപദേശങ്ങൾ നൽകി, സഭയിൽ ഭിന്നിപ്പുണ്ടായി. അല്ലെ, യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയരും തമ്മിൽ സഭയിൽ കലഹമുണ്ടായി. ഇത് മനസ്സിലാക്കിയിട്ട് പൗലോസ് ശക്തമായ ദൂത് കൊലോസ്യ സഭയ്ക്ക് നൽകുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങള് ഇന്നും നിലനിൽക്കുന്നു. സഭയിലുള്ള പ്രശ്നങ്ങള് ഇന്നും എന്ത് ചെയ്യുന്നു? സഭയിൽ നിലനിൽക്കുന്നു. നാം ലോകത്തിന്റെ പിന്നാലെ പോയാൽ, ലോകത്തെ നാം സ്നേഹിക്കാൻ പോയാൽ സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാകും. ദേമാസിനെ പോലെ ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ സഭയ്ക്കകത്ത് ഇടർച്ചകൾ ഉണ്ടാകും, ഇടർച്ചക്കല്ലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, പലരും സഭയ്ക്കകത്ത് ആരാണ്? ഇടർച്ചക്കല്ലുകളാണ്. അതുകൊണ്ട് പഴയ നിയമകാലത്ത് ഇസ്രായേലിനെ ശാസിച്ചതുപോലെ, പ്രവാചകനായ യെശയ്യാവിലൂടെ ഇസ്രായേലിനെ ശാസിച്ചതുപോലെ ഇന്ന് സഭകളെ പൗലോസ് ശാസിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭകളെ പൗലോസ് ശാസിക്കുകയാണ്. നിങ്ങൾ ലേഖനങ്ങൾ പരസ്പരം വായിക്കണം. നിങ്ങളുടെ കുറവുകളെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുറവുകളെ സ്വയം മനസ്സിലാക്കി നിങ്ങൾ തിരുത്തണം, മാനസാന്തരപ്പെടണം. അല്ലെ, നിങ്ങള് ബുദ്ധി ഇവിടെ പൗലോസ് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം അവരെ ശാസിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ, പഴയ നിയമകാലത്ത് ഇസ്രായേലിനെ യെശയ്യാവ് പ്രവാചകൻ ശാസിച്ചതുപോലെ ഇവിടെ പുതിയ നിയമകാലഘട്ടത്തിലും തന്റെ സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവമക്കള് സഭകളിലെ ജനത്തെ ശാസിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ചോദിക്കുന്നത്, വിശ്വസ്ത നഗരം ഒരു വേശ്യയായി തീർന്നത് എങ്ങനെ? യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് ആ വാക്യം. വിശ്വസ്ത നഗരം എന്തായി മാറി?
വേശ്യയായി തീർന്നത് എങ്ങനെ? ഇസ്രായേലിന് ഉണ്ടായ പരാജയം, ഇസ്രായേൽ ജനത്തിന് ഉണ്ടായ പരാജയത്തെ അവിടെ സൂചിപ്പിക്കുന്നു, അല്ലെ? വീണ്ടും യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങളിൽ പറയുന്നത്, യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നത്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ നിന്റെ കണ്ണിൽ നിന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. അവിടെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെ? നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇസ്രായേൽ ജനത്തിന് പറ്റിയതായ പരാജയത്തെക്കുറിച്ച് യെശയ്യാവ് അവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ഇതേ മുന്നറിയിപ്പ് യോഹന്നാൻ സ്നാപകനും നൽകിയുണ്ടായി, അല്ലെ? യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ. സർപ്പസന്തതികളെ എന്നാണ് ആ ജനത്തെ നോക്കി വിളിച്ചത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അപ്പോ പിന്മാറ്റത്തിൽ കടന്നു പോകുമ്പോൾ ദൈവമക്കള് അവരെ ശാസിക്കുന്ന ഒരു അനുഭവം പഴയ നിയമകാലത്ത് യുഗങ്ങളിലേ ഉണ്ട്. അതിപ്പോഴും എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഇന്നും ആത്മീയ വെളിപ്പാടുള്ള ദൈവദാസന്മാര് സഭകൾക്കുണ്ടാകുന്ന പോരായ്മകൾ മനസ്സിലാക്കി ശക്തമായി എന്ത് ചെയ്യുന്നു? ദൂതുകള് നൽകുന്നു. ആര് പറഞ്ഞതുപോലെ? പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞതുപോലെയും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ. അതൊരു യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവും പറയുണ്ടായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ, അല്ലെ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഇതേ അനുഭവം തന്നെ പൗലോസും പറയുണ്ടായി. പുതിയ നിയമ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ പൗലോസും പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അവിടെ മാനസാന്തരപ്പെടുവാൻ പറയുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 3:19 പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 17:30 പറയുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നിവിടെ പറയുന്നു. അപ്പൊ ഇവരെല്ലാം നമുക്കുണ്ടായ കുറവുകളെ ചൂണ്ടിക്കാണിച്ചതായ ദൈവദാസന്മാരാണ്. യെശയ്യാ പ്രവാചകനാണെങ്കിലും യോഹന്നാൻ സ്നാപകനാണെങ്കിലും അപ്പോസ്തലന്മാരാണെങ്കിലും എല്ലാം നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചവരാണ്. അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠത്തില് യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിലും വെളിപാടിന്റെ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിലും തമ്മിലുള്ള സമാനതകൾ ചോദിക്കുകയാണ്. അതുപോലെ യെശയ്യാവിന്റെ പ്രവചനം 62-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളിലും നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിൽ 62-ൽ 15 കൊടുത്തിരിക്കുന്നത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 62-ൽ 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളിലും വെളിപാടിന്റെ പ്രവചനം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ തമ്മിലുള്ള സന്ദേശം അല്ലെങ്കിൽ അത് തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിക്കുകയാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അല്ലെ? അതുപോലെ വെളിപാടിന്റെ പ്രവചനം 18-ാം അധ്യായമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വെളിപാടിന്റെ പ്രവചനം 18-ാം അധ്യായം ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിൽ പറയുന്നത്, അല്ലെ, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളെ ബാധകൾ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവൻ. പ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാബിലോണിനോട് പറയുകയാണ്, ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവുമായ ആ ബാബിലോൺ എന്ത് ചെയ്തു? വീണുപോയി. അതുകൊണ്ട് എന്റെ ജനമായുള്ളവരെ അവിടെ വിട്ട് പോരുവിൻ. എഴുന്നേറ്റ് പ്രകാശം ലഭിച്ച ദൈവമക്കൾ എന്ത് ചെയ്യണം? അവിടെ പിന്നെ നിൽക്കരുത്, അവിടെ നിന്ന് മാറി വരുവീൻ എന്നിവിടെ പറയുന്നു. അതുപോലെ യെശയ്യാവിന്റെ പ്രവചനം 62-ാം അധ്യായം 62-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളും അതുപോലെ വെളിപാടിന്റെ പ്രവചനം 19-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങളും പരസ്പരം വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം അടുത്തുവല്ലോ എന്നിവിടെ പറയുന്നു, അല്ലെ? കുഞ്ഞാടിന്റെ കല്യാണം അടുത്തുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വിശേഷ വസ്ത്രം ധരിപ്പാൻ അവർക്ക് കൃപ ലഭിച്ചിരിക്കുന്നു.
അതുകൊണ്ട് യെശയ്യാവിന്റെ പ്രവചനം 62-ാം അധ്യായത്തിൽ പറയുകയാണ്, ഒരു യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം കഴിക്കും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അവിടെ സന്തോഷത്തെ സൂചിപ്പിക്കുകയാണ്, അല്ലെ? കല്യാണ നാള് മണവാളൻ തന്റെ സഭയെ ചേർക്കുവാൻ വരുന്നതായ ആ സന്തോഷകരമായ അനുഭവത്തെ അവിടെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ 3 മാസക്കാലം സ്വർഗത്തെയും ഭൂമിയെയും ക്രിസ്തു എങ്ങനെയാണ് ഏകീകരിച്ചത് എന്ന് പഠിച്ചതാണ്, അല്ലെ? പാപം നിറഞ്ഞ ലോകത്ത് ആ തകർന്നു പോയ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുവാൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് ഈ സ്വർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, അല്ലെ? ആ വിടവിനെ ഇല്ലാതാക്കുവാൻ, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ തകർന്ന ബന്ധത്തെ ഇല്ലാതാക്കുവാൻ കർത്താവ് വന്നു. പക്ഷേ ആ വിടവ് പൂർണ്ണമായും അത് മാറ്റുവാൻ കഴിഞ്ഞില്ല. എന്നേക്കുമായി സ്വർഗവും ഭൂമിയും എന്ന് യോജിക്കും. എന്നേക്കുമായും ഈ സ്വർഗത്തെയും ഭൂമിയെയും എപ്രകാരം ഏകീകരിക്കുവാൻ സാധിക്കും? ഇവിടെ പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം, ഈ ലോകത്തെ അന്ത്യമായി ന്യായവിധി നടത്തിയതിനു ശേഷം ഈ ഭൂമി തീക്കായി കാത്തിരിക്കുന്നു. ആ തീയുടെ അനുഭവത്തിലൂടെ, നിത്യ അഗ്നിയിലൂടെ ഈ ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ കർത്താവ് എന്നേക്കുമായി സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഇന്ന് ആ ബന്ധത്തിൽ ഒരു വിടവുണ്ട്. ആ സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുവാൻ ഒരുമിച്ച് കഴിയില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ കഴിയൂ. അത് ഘട്ടം ഘട്ടമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ പ്രഭുവിനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ലോകത്തില് ന്യായവിധി നടത്തി സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം 1000 ആണ്ട് വാഴ്ച വിശുദ്ധ ദൂതന്മാരും മക്കളുമായി സ്വർഗത്തിൽ അനുഭവിച്ചതിന് ശേഷം ഈ ഭൂമിയെ എന്നേക്കുമായി തീക്കായി നശിപ്പിച്ചതിന് ശേഷം, അനുതപിക്കാത്ത പാപികളെ ആ തീയില് നശിപ്പിച്ചതിന് ശേഷം ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് സ്വർഗത്തെയും ഭൂമിയെയും എന്നേക്കുമായി ഏകീകരിക്കും എന്നിവിടെ പറയാം. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടി നിലനിൽക്കുന്ന ദൈവമക്കൾക്ക് സന്തോഷിക്കുവാൻ ഒരു അനുഭവമാണ് ഈ സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്ന അനുഭവം. അതുകൊണ്ട് ലവോദിക്ക സഭയ്ക്ക് നൽകുന്ന ഉപദേശം, പൗലോസ് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ നിലനിൽക്കുക, കൊലോസ്യ സഭ നിലനിൽക്കണം, നിങ്ങൾ തികഞ്ഞവരായിരിക്കണം, അല്ലെ? ദൈവഹിതത്തില് പരിജ്ഞാനമുള്ളവരായി മാറണം, നിങ്ങൾ ചഞ്ചലപ്പെടരുത്, അല്ലെ? നിങ്ങൾ ഇളകാത്തവരായി, വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി, ലോകത്തെ സ്നേഹിക്കാതെ നിലനിൽക്കണമെന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരും. വെള്ളിയാഴ്ച പറയുന്നത്, ക്രിസ്തുവിന് കീഴടങ്ങുന്ന ഒരാത്മാവുണ്ട് എങ്കിൽ കർത്താവ് നമ്മെ പൊതിഞ്ഞുകൊള്ളും എന്ന് വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് തന്റെ LNG വൈറ്റ് ഡിസയർ ഓഫ് ഏജസ് എന്ന ലേഖനത്തിലെ പേജ് 324 പറയുന്നു. ക്രിസ്തുവിന് കീഴടങ്ങുന്ന ഒരു ആത്മാവാണ് എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ ഒരു കോട്ടയായി പൊതിയും. കാരണം ഈ ലോകത്തില് പിശാച് അലറുന്ന സിംഹം പോലെ നമ്മെ കീഴടക്കുവാൻ നോക്കുമ്പോൾ ഈ ലോകത്തിൽ 2 ശക്തികൾ നിലനിൽക്കുന്നു എന്നിവിടെ പറയുന്നു. ഒന്ന്, അന്ധകാരത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ പിശാചും വെളിച്ചത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ കർത്താവും ഇവിടെ പോരാടുന്നു എന്നിവിടെ പറയുന്നു. അപ്പൊ നമുക്ക് ഏതിലേക്കും നമുക്ക് പോകാം. അന്ധകാരത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്ന പിശാചിന്റെ രാജ്യത്തിൽ ഏർപ്പെടുവാൻ ഒരു പരിശ്രമത്തിന്റെയും ആവശ്യമില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക. അന്ധകാരത്തിന്റെ രാജ്യം നേടുവാൻ, സാത്താൻ സ്ഥാപിക്കുന്ന അന്ധകാരത്തിന്റെ രാജ്യം നേടുവാൻ ഒരു പരിശ്രമത്തിന്റെയും ആവശ്യമില്ല. മറിച്ച് വെളിച്ചത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്ന കർത്താവിന്റെ രാജ്യത്തിൽ ചേരുവാൻ വലിയ ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് ഈ പോരാട്ടം നമ്മുടെ ഉള്ളില് നടക്കുകയാണ്. നാം ഏത് സഖ്യത്തില് ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു? അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ സഖ്യത്തില്, ആ ഗ്രൂപ്പിൽ ചേരാനാണോ? വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ സഖ്യതയില്, ആ ഗ്രൂപ്പിൽ ചേരുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? ഇനി വെളിച്ചത്തിന്റെ രാജ്യത്തിലാണ് ചേരുന്നതെങ്കിൽ നമുക്ക് സ്വർഗീയ ഏജൻസികളുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. സ്വർഗീയ ഏജൻസികളായ പരിശുദ്ധാത്മാവും ദൂതന്മാരുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. എങ്കിൽ തീർച്ചയായും
സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളെ വർജിച്ചിട്ട് ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ നിമിഷവും വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് നോക്കുന്ന ദൈവമക്കള് സമർപ്പണത്തിലൂടെ അവർ ജീവിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് മനോഹരമായ ഒരു പാഠം പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. 3 മാസക്കാലം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കൊലോസിയ സഭയെക്കുറിച്ചും ഫിലിപ്പിയ സഭയെക്കുറിച്ചും നല്ല നല്ല ലേഖനങ്ങൾ പഠിക്കുവാൻ 4 ചെറിയ അധ്യായങ്ങളാണ് ഉള്ളതെങ്കിലും വലിയ വലിയ സത്യങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിലും കൊലോസിയ ലേഖനത്തിലും പൗലോസ് അവിടെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ആ ലേഖനങ്ങളിൽ നിന്ന് അധികം പാഠങ്ങൾ പഠിക്കുവാനുണ്ട്, അല്ലെ? അതുകൊണ്ട് ഈ മനോഹരമായ പാഠം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതുകൊണ്ട് ദൈവഹിതത്തില് ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും മുഴുവനായി നിലനിൽക്കണം എന്ന് ഇവിടെ പറയുന്നു. മുഴുവനായി 100% പെർഫെക്റ്റ് ആയിട്ട് ജ്ഞാനമുള്ളവരായി, വിവേകമുള്ളവരായി, പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ നിൽക്കുന്ന ദൈവമക്കള് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിന് ദൈവ ഇഷ്ടം, അല്ലെ? അതുകൊണ്ട് ദൈവമക്കള് വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ ഏജൻസികളായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. മനോഹരമായ പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. 3 മാസക്കാലം പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനവും കൊലോസ്യർക്ക് ലേഖനവും പഠിക്കുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ നൽകിയല്ലോ പിതാവേ. ചുരുങ്ങിയ 8 അധ്യായങ്ങൾ മാത്രം ഉള്ള ലേഖനമാണെങ്കിൽ പോലും ശക്തമായ ദൂതുകൾ പൗലോസിലൂടെ കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. കൊലോസിയ സഭയിൽ ഉള്ളതായ ഭിന്നിപ്പുകൾ ഇന്ന് ഞങ്ങളുടെ സഭകളിലുമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ അവരെ ശക്തിപ്പെടുത്തിയതായ അനുഭവങ്ങൾ ഞങ്ങൾ പ്രാപിപ്പാനും കൊലോസിയ സഭയ്ക്ക് നൽകിയ ഉപദേശങ്ങൾ പ്രാപിപ്പാനും അന്ത്യകാലത്ത് ജീവിക്കുന്ന ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപയിൽ വാഴുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകൾ, ബലഹീനതകളൊക്കെയും ക്ഷമിക്കണം. ശക്തരായ ദൂതുവാഹകരായി ഈ ലോകത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പൗലോസിനെ പോലെ കൂട്ടായ സുവിശേഷ വേലയിൽ ഞങ്ങളും ഏർപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാബത്ത് സ്കൂൾ ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് വെളിച്ചവും സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. ചോദിക്കുന്ന കുറവുകളാണെങ്കിൽ അധികമാകുന്ന നന്മകളാൽ നിറയ്ക്കണം. എല്ലാറ്റിനും ഉപരി ആയ മേഘാരനായി കടന്നു വരുമ്പോൾ ആ പ്രത്യാശയുടെ ഭാഗ്യ നാട്ടിൽ ഞങ്ങളും എത്തപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. എളിയാചരികൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.